ഹായ്, ഞാനിന്ന് പറയാൻ പോകുന്നത് റെജി ആന്റണി സംവിധാനം ചെയ്ത സ്വർഗം മൂവിയെ കുറിച്ചാണ്. ഈ പടത്തിൽ അനന്യ, അജു വർഗീസ്, മഞ്ജു പിള്ള, ജോയ് ആന്റണി ഇവരാണ് മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഈ പടത്തിന്റെ കഥ ഒരു രണ്ട് ഫാമിലിയാണ് ഈ പടത്തിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് രണ്ട് ഫാമിലിയുടെ കഥയാണ്. ഒന്നൊരു മിഡിൽ ക്ലാസ് ഫാമിലിയും ഒന്ന് ഹൈ ക്ലാസ് ഫാമിലി. ഈ രണ്ട് ഫാമിലിയിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ് ഈ പടത്തിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ പടം തുടക്കം മുതൽ നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്നത്തെ ജനറേഷനിൽ നടക്കുന്ന പല കാര്യങ്ങളും, ഇന്നത്തെ ജനറേഷൻ എങ്ങനെ ആവാൻ പാടില്ല എന്നുള്ള രീതിയൊക്കെയാണ് ഈ പടത്തിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളത് നമ്മുടെ അജു വർഗീസ്, അനന്യ, അവരുടെ മക്കൾ, അമ്മാമ്മ, അങ്ങനെയാണ് പോകുന്നത്. ഇവരാണെങ്കിലോ മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ പോലും വളരെ സന്തോഷത്തോടെയും കൊച്ചു കൊച്ചു കുസൃതിയും കാര്യങ്ങളും, പിന്നെ അവരുടെ കൃഷി, ഫാം, അങ്ങനെയുള്ള ഒരു നാടൻ ശൈലിയിലാണ് ഈ മിഡിൽ ക്ലാസ് ഫാമിലി പോകുന്നത്. ഇവരൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിലും അതിൻ്റെതായ കുറവോ കാര്യങ്ങളൊന്നും അവർ കാണിക്കുന്ന പോലില്ല. അത്രയും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ മിഡിൽ ക്ലാസ് ഫാമിലി പോകുന്നുണ്ടെങ്കിലും ഈ ഹൈ ക്ലാസ് ഫാമിലിയിലോട്ട് വരുമ്പോൾ നമ്മുടെ മഞ്ജു പിള്ള, ജോയ് ആന്റണി, പിന്നെ അവരുടെ ഒരു മകൻ, ഇവർ മൂന്ന് പേരുമാണ് ഈ ഹൈ ക്ലാസ് ഫാമിലിയിലുള്ളത്. ഒരു മകൻ അമേരിക്കയിൽ എന്തോ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെയാണ്. പക്ഷെ ഈ ഹൈ ക്ലാസ് ഫാമിലിയിൽ ഒരു യന്ത്രങ്ങളെ പോലെയാണ് ഈ മഞ്ജു പിള്ള, അതേപോലെ ജോയ് ആന്റണി, ഈ അവരുടെ മകൻ, ഇവരെല്ലാവരും ജീവിക്കുന്നത്. അതായത് എന്തെങ്കിലും ഒരു കൽപ്പന ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള രീതിയിലാണ് ഈ പടം പോകുന്നത്. പക്ഷെ ഈ മിഡിൽ ക്ലാസ് ഫാമിലിയിലോട്ട് പോകുകയാണെങ്കിൽ അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ചും തമാശകളും എല്ലാ കാര്യങ്ങളും ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ മിഡിൽ ക്ലാസ് ഫാമിലി പോകുന്നത്. പക്ഷെ ഈ ഹൈ ക്ലാസ് ഫാമിലിയിലോട്ട് വരുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ കാര്യം എന്ന് പറഞ്ഞ പോലെ ആരും അങ്ങോട്ട് പ്രത്യേകിച്ച് സംസാരങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഒരാൾ വരുന്നു, അത് ചെയ്യുന്നു, പോകുന്നു, അടുത്ത ആൾ വരുന്നു, അത് ചെയ്യുന്നു, പോകുന്നു. അങ്ങനെ പോകുന്ന രണ്ട് ജീവിതങ്ങൾ, അതായത് നല്ല ഒരു ഹാപ്പിനെസ്സിലോട്ട് പോകുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയും വളരെ മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്ന ഒരു ഹൈ ക്ലാസ് ഫാമിലിയാണ് ഈ സ്വർഗം എന്ന മൂവിയിൽ ഇവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പടം 1.25 മണിക്കൂറുണ്ട്. പക്ഷേ ഈ പടത്തിന്റെ കഥ മെയിനായിട്ട് വരുന്നത് ആകെ ഒരു ലാസ്റ്റ് ടൈമിലുള്ള ഒരു 15 മിനിറ്റിനടുത്ത് മാത്രമാണ് ഈ പടത്തിന്റെ പേരിനനുസരിച്ചുള്ള ഒരു കഥ വരുന്നുള്ളൂ. ഈ ഹൈ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്കയിൽ നിന്നും വന്ന കാരണം കൊണ്ട് ആ ഒരു രീതിയിലുള്ള ജീവിതമാണ് ഇവര് ജീവിച്ചു തീർക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന ഈ ഹൈ ക്ലാസ് ഫാമിലിയിലുള്ള മഞ്ജു പിള്ള എന്ന് പറയുന്ന കഥാപാത്രത്തിന് മറവി രോഗം, അങ്ങനെയുള്ള ചില ചില അസുഖങ്ങളൊക്കെ വരുന്നതും ആർക്കും ശ്രദ്ധിക്കാനൊന്നും അതിന് സമയമൊന്നുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ ഇന്ന ആൾക്ക് ഇന്ന ലൈഫ്, ഇന്ന ആൾക്ക് ഇന്നത് എന്ന് പറയുന്ന രീതിയിലാണ് ഹൈ ക്ലാസ് ഫാമിലിയിൽ പോകുന്നത്. പക്ഷെ ചില കാര്യങ്ങളൊന്നും നമുക്ക് ഒന്നും മനസ്സിലാവാത്ത രീതിയിലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അത് ആ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ പടം കണ്ടപ്പോൾ അവിടെ ഇവിടെ മാത്രമാണ് ഈ പടത്തിൽ കുറച്ച് കഥയുണ്ട് എന്നുള്ളത് തോന്നിയിട്ടുള്ളൂ. ഈ പടത്തിന്റെ സ്വർഗം എന്ന് പേരിട്ടത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ സ്വർഗം എന്ന് പറയുന്ന ആ ഒരു പേരിനനുസരിച്ചിട്ടുള്ള ഒരു പടമായിട്ട് എനിക്കത് തോന്നുന്നില്ല. അത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. പിന്നെ ഒരു 1-2 പാട്ടുകളുണ്ട്. പിന്നെ കുറച്ച് ഗ്രാമപ്രദേശങ്ങളും അവിടെയുള്ള ആൾക്കാരുടെ ഒരു ജീവിതശൈലി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയിട്ടാണ് ഈ പടം ഓവറോൾ എടുത്ത് അവസാനിപ്പിച്ചു വെച്ചിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും ഈ പടം ഒന്ന് കണ്ടു നോക്കൂ. ഈ പടം ഏകദേശം 1.25 മണിക്കൂറുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഭയങ്കര എക്സ്പെക്ടേഷനോ കാര്യങ്ങളൊന്നും വേണ്ട. ഒരു സിമ്പിളി ഒരു മൂവി ആയിട്ടാണ് ഈ പടത്തിനെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.